ദൈവത്തെ ആരാധിക്കാനായിട്ട് ബോധപ്പെടുത്തുവാനായിട്ട് ദൈവം അവസരം തന്നതിനായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ഒരു ഇടദിവസമാണ്. മറ്റ് പലവിധമായ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ദൈവ ആരാധനയ്ക്കായിട്ട് പ്രത്യേകമായ ഈ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഇപ്രകാരം കൂടിയതിൻ്റെ ഉദ്ദേശം അറിയുന്നുവല്ലോ. നമ്മുടെ ദേവാലയത്തിൻ്റെ മധുവക നമ്മൾ അത് ഒന്ന് പുനരുദ്ധരിക്കാനായിട്ടുള്ള സഭാമക്കളുടെ ആഗ്രഹത്തിൻ്റെ ഫലമായി അത് ഏതാനും ദിവസങ്ങളിലേക്ക് നമ്മളത് അവിടെ പൊളിച്ചു പണിയാണ്, മൊത്തമായിട്ടുള്ളൊരു മാറ്റം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രാർത്ഥിച്ച് അപ്രകാരം ചെയ്യാനായിട്ട് വേർതിരിക്കുകയാണ്. അതുവരെയും ആരാധന നടത്തുവാനായി നമ്മുടെ പാഴ്സനേജിൻ്റെ മിഷൻ വീടിൻ്റെ മുകളിലുള്ള ആ ഹോളും നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിച്ച് വേർതിരിക്കുക. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് പണി തീർക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ബഹുമാനമുള്ള ഇടവപ്പെട്ടക്കാരനും സഭാ ശുശ്രൂഷകനും ചർച്ച് കമ്മിറ്റി കൈക്കാരന്മാർ കമ്മിറ്റികളുടെ സഭ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. പ്രത്യേകമായ ഫണ്ടുകൾ അതിന് ഇല്ല. അതിന് സഭാമക്കൾ തന്നെ സ്വയമേവ അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. വളരെ നല്ല കാര്യം. ദൈവം അവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് നമുക്ക് തുടർന്ന് ശുശ്രൂഷയിലേക്ക് പോകാം. നെഹമ്യ പ്രവചനം 2-ാം അധ്യായം 20-ാം വാക്യം. നെഹമ്യ പ്രവചനം 2-ാം അധ്യായം 20-ാം വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതിൻ്റെ 17-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. 17-ഉം 18-ഉം കൂടെ ചേർത്ത് ഞാൻ വായിക്കട്ടെ. അനന്തരം ഞാൻ അവരോട്, യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ പ്രദേശത്ത്, മുക്കളം പ്രദേശത്ത് അങ്ങേ ആരാധിപ്പാൻ ഒരിടം അങ്ങോട്ടൊന്ന് കാലങ്ങൾക്ക് മുമ്പേ നൽകി. ഇത്രത്തോളം അതിനെ അനുഗ്രഹിച്ചു, അത്ഭുതകരമായി വഴി നടത്തി. പലവിധമായ അപകടങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളൊക്കെയും വന്നപ്പോൾ അങ്ങ് ഞങ്ങളെ കാത്തല്ലോ. അത് ഞങ്ങൾ ഓർക്കുന്നു. അത് ഓർത്ത് അങ്ങ് സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യും. കർത്താവേ, ദേവാലയത്തിൻ്റെ മധുവകയുടെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണികൾ ആരംഭിപ്പാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് അങ്ങയുടെ കൃപയ്ക്കാര്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ആരാധനയിൽ അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഒരുക്കുന്ന വചനം പറയുന്ന ബലഹീനനായ ഇടിയനെയും കേൾക്കുന്നവിടെ നമുക്ക് ഒരു അനുഗ്രഹിക്കണം. ഇവിടെയും പറയുന്നപ്പുറം ആഴിലെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. മഹത്വം മാത്രെടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. ഇവിടെ നമ്മൾ കേട്ട വേദഭാഗം, ഇപ്പോൾ ഞാൻ വായിച്ച വേദഭാഗം, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്, യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം, അവരെല്ലാവരും പ്രവാസത്തിലേക്ക് പോയതിനു ശേഷം വീണ്ടും ആ ദേവാലയം പണിവാനായിട്ടുള്ള കൽപ്പനയുമായി കടന്നു വരുന്ന എസ്രായെയും നെഹമ്യാവിനെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവർ അത് പണിയുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അതിൻ്റെ മറ്റ് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ ചിലരും, അതുപോലെ തന്നെ മറ്റ് ആ കാലഘട്ടങ്ങളിൽ അവിടെ രാജാവ്, ചക്രവർത്തി ഭരമേൽപ്പിച്ചിരുന്ന ഭരണകർത്താക്കളും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എതിരായിരുന്നു എന്നും കാണുവാൻ സാധിക്കും. അവർ എതിരായി നിന്നത് വേറെ ഒന്നും കൊണ്ടല്ല, യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരുടെ
അവരുടെ ഒരു പ്രതീകമാണ്. അത് നശിപ്പിക്കപ്പെട്ടാൽ അവർ തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. അവരറിയപ്പെടുന്നത്, അവർ ഒരുമിച്ച് കൂടുന്നത്, അവരാശ്രയിക്കുന്നത്, അവരുടെ ദൈവത്തിൻ്റെ ഇരിപ്പിടം, ദൈവത്തിൻ്റെ സാന്നിധ്യമെല്ലാം ഈ ദേവാലയമാണ്. ദേവാലയം ഛിന്നഭിന്നമായാൽ, അത് പണിയാതിരുന്നാൽ അവിടെ ജനങ്ങൾക്കൊരിക്കലും ഒരുമിച്ച് കൂടാനായിട്ട് പറ്റത്തില്ല. അവർ ശക്തിയായി തീരുകയില്ല, അവർ രാജ്യമായി തീരുകയുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവരവിടെ വരരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യെരുശലേം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോയപ്പോൾ, പലതവണ അവർ പ്രവാസത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ അവിടെ വളരെ ദീർഘകാലമായിട്ടുള്ള പ്രവാസത്തിന് ശേഷം ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗപ്രകാരം നെഹമ്യാവും എസ്രയും അന്നത്തെ ചക്രവർത്തിയുടെ കോരസ് രാജാവിൻ്റെ പ്രത്യേകമായ കൽപ്പനയോടുകൂടി അവർ അവിടെ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. അർത്ഥസഷ്ടാ മഹാരാജാവിൻ്റെ കാലത്ത് അതിനുള്ള പ്രത്യേകമായ കൽപ്പനയുമായി അവർ യെരുശലേമിലേക്ക് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. യെരുശലേമിൽ കുറച്ച് ആളുകൾ ഇസ്രായേൽ മക്കളായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എങ്കിലും അവർക്കൊന്നും എന്തെങ്കിലും ഒരു കാര്യം ആലയത്തിന് വേണ്ടിയോ പട്ടണത്തിന് വേണ്ടിയോ പ്രവർത്തിപ്പാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നും കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് മതിൽ പണിയുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മതിൽ പണി എന്നുള്ളത് നമുക്കറിയാം, ഇന്നത്തെ കാലത്തെ ഉള്ള രീതിയിലല്ല. അന്നത്തെ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ സുരക്ഷിതമായി പാർക്കാൻ വേണ്ടി അവർ താമസിക്കുന്ന വലിയ പട്ടണങ്ങൾക്ക് ചുറ്റും വളരെ ശക്തമായ മതിൽക്കെട്ടുകൾ അവർ കെട്ടി ഉയർത്തിയിരുന്നു. മതിൽക്കെട്ടുകളാണ് അവരുടെ സംരക്ഷണമായിട്ട് അവർ കണ്ടിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് അത് മതിലുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അന്നത്തെ കാലഘട്ടങ്ങളിൽ അത് ഒരു കോട്ട എന്ന് പറഞ്ഞ ഒരു കോട്ട തന്നെയായിരുന്നു, ഒരു സംരക്ഷണ വലയം തന്നെയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിടിച്ചു കളഞ്ഞാൽ പിന്നെ ആളുകൾക്ക്, ശത്രുക്കൾക്ക് യഥേഷ്ടം കയറിയിറങ്ങി നടക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകും. അങ്ങനെ സ്വൈര്യമായി താമസിക്കാനായിട്ട് അവർക്ക് സാധ്യമല്ല. ഒരു ജനക്കൂട്ടമായി താമസിപ്പാൻ അവർക്ക് അവിടെ സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും കോട്ട കൊത്തളങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പവും ഉയരവും അതിൻ്റെ വിശാലതയെല്ലാം ഒരു ജനത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ശക്തിയെ, അതിൻ്റെ കെട്ടുറപ്പിനെ, അതിൻ്റെ ബലത്തെ അത് പ്രസ്താവിക്കുന്നു. അല്ലെങ്കിൽ അത് കണ്ട് അതിൻ്റെ എന്തുമാത്രം രാജ്യം വലുതാണ്, ആ ചക്രവർത്തി അവിടെ ഭരിക്കുന്ന രാജാവ് എത്രമാത്രം ബലവാനാണ് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ വിലയിരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ഛിന്നഭിന്നമായി പോയ ഒരു ജനം ഒരു കൂട്ടം ഇന്നത്തെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലവുമായി ഈ സാഹചര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഭാഗം ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയാനായിട്ടില്ല. കാരണം എല്ലാവരും ഇടകലർന്നാണ് താമസിക്കുന്നത്. വ്യത്യസ്ത വിശ്വാസമുള്ളവർ, വ്യത്യസ്ത രീതിയിലുള്ളവർ, വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലമുള്ളവരെല്ലാവരും ഇടകലർന്ന് താമസിക്കുന്ന ഒരു പശ്ചാത്തലമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായ ഒരു കൂട്ടം എന്ന് പറയാനായിട്ടില്ല. കേരളം മുഴുവനും ഒരൊറ്റ കൂട്ടം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഗ്രാമമെന്നോ ഒരു പട്ടണമെന്നോ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം കൂടെ ആകുന്നല്ലോ നമ്മുടെ കേരളം. എന്നാൽ ആദ്യകാലങ്ങളിൽ, അതുപോലെ തന്നെ ഇന്നും വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുമ്പോൾ അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ആ കൂട്ടം ആൾക്കാരിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് വേറെ ആൾക്കാർക്ക് വരാൻ സാധ്യമല്ല. വന്നാൽ ശരിയാകത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അവർക്കുള്ള ആ ഗ്രാമം അവർ മാത്രമായിട്ട് അവരെ അത് അനുഭവിച്ചിരുന്നു, കൈയടക്കി വെച്ചിരുന്നു. അവിടുത്തെ ഉള്ള വസ്തുവകകൾ, കൃഷിദേഹണ്ഡങ്ങൾ, ആദായങ്ങളെല്ലാം അവർ തന്നെ ഉപയോഗിച്ചിരുന്നു. അവർക്കുള്ളതായിരുന്നു. അവരുടെ ശേഷം അവരുടെ സന്തതി പരമ്പരകൾക്കും ഉള്ളതായിരുന്നു. അങ്ങനെ ഒരു ദേശം മനോഹരമെന്ന് തോന്നിയാൽ അതിൽ കണ്ണുവെക്കുന്ന മറ്റ് ശത്രുക്കളായ ആളുകൾ അവിടെ വരികയും അവരെ ഉന്മൂലനാശം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവരെ ഓടിച്ചു വിട്ടതിന് ശേഷം ആ ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്ന പ്രവണത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആളുകളെല്ലാം ഓരോ സെക്ടറിനായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടെ താമസിച്ചിരുന്നത്. അങ്ങനെ താമസിക്കുമ്പോൾ അവർക്ക് മാത്രമായി ഒരു കോട്ടയും അതുപോലുള്ള കൊത്തളങ്ങളും അതുപോലുള്ള സംരക്ഷണത്തിനുള്ള സ്ഥല സൗകര്യങ്ങളും അവർ ഒരുക്കിയിരുന്നു. അത് ആ കാലങ്ങളിൽ വളരെ പ്രത്യേകമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ മക്കളും അവർക്ക് പ്രത്യേകമായ ബൗണ്ടറികൾ ഉണ്ടായിരുന്നു, പട്ടണങ്ങളുണ്ടായിരുന്നു. ആ പട്ടണങ്ങളിലെല്ലാം അവർ പ്രത്യേകമായി കോട്ടകൾ പണിത്, കൊത്തളങ്ങൾ പണിത് അവരവിടെ താമസിച്ചിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യെരുശലേമിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വളരെ
ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യമായി അറിയപ്പെടുന്ന രാജ്യമായി, ശക്തിയുള്ള രാജ്യമായി അറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ മക്കളും അതുപോലെ തന്നെ യെരുശലേമും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ദേശങ്ങൾ മുഴുവനും അവരെ ഛിന്നഭിന്നമായി പോയി എന്ന് കാണുവാൻ സാധിക്കും. ആലയവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഈ നിലനിൽപ്പുണ്ടായിരുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരാധനയും ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അവരുടെ സാമൂഹിക ജീവിതം അല്ലെങ്കിൽ അവരുടെ ഭൗതിക ജീവിതം കെട്ടുപണി ചെയ്തിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ അധിഷ്ഠിതമായിരുന്നു. കൽപ്പനകൾ ന്യായപ്രമാണം എന്ന് പറയും. ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ ഭരണക്രമങ്ങളെല്ലാം. എന്ന് അവർ ന്യായപ്രമാണത്തിന് വില കൽപ്പിക്കാതിരുന്നോ, അതിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതിരുന്നോ, അന്ന് അവരുടെ അധപ്പതനം ആരംഭിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അത് പ്രത്യേകമായിട്ടൊരു സുപ്രഭാതം സംഭവിച്ചതല്ല. യെരുശലേം ദേവാലയം അത് പ്രതിഷ്ഠിക്കുന്ന സമയത്തും അതിനു മുമ്പും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് ദൈവം നിശ്ചയമായിട്ടും അവർ വളരെ കർക്കശമായ കൽപ്പന കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് യെരുശലേം ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് സൊളോമൻ രാജാവ് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം, എൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുമെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടൊക്കെ കൊടുത്തു. എങ്കിലും അതിനോട് ചേർന്ന് പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ അനുസരിക്കാതിരുന്നാൽ ഈ ആലയം എത്ര മഹത്വമേറിയതാണേലും ഞാൻ അതിനെ ഉപേക്ഷിച്ച് കളയും. അപ്പോൾ നമ്മൾ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കുന്നത് അല്ല ദൈവമക്കൾ എന്ന് പറയുന്നത്, ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, അതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. എന്ന് പ്രമാണം തെറ്റിക്കുന്നോ അന്ന് എന്തു ചെയ്യും? അന്ന് അവിടെ ദൈവം അവരെ ഉപേക്ഷിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഉപേക്ഷിച്ചു. ശത്രു രാജ്യങ്ങൾ വന്നവരെ കീഴ്പ്പെടുത്തി. അവരെ രണ്ടുപേരും ഒരുമിച്ചിരിക്കാതെ വണ്ണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ കാലത്ത് അറിയപ്പെടുന്ന എല്ലാ ദേശങ്ങളിലും അവരെ ചിതറിച്ചു കളഞ്ഞു. ഒരുവിധം കൊള്ളാവുന്ന എല്ലാ ആൾക്കാരെയും പിടിച്ചു അവർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ രീതികൾ അവരെ പഠിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദയാകടാക്ഷങ്ങൾ ഉദിച്ചപ്പോൾ ദൈവം ആ രാജാക്കന്മാരെ ഇസ്രായേൽ മക്കൾക്ക് അനുകൂലമായി ചിന്തിപ്പാൻ പ്രേരിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ആ സമയത്ത് അവിടെ യെരുശലേമിൽ മറ്റ് എണ്ണപ്പെട്ട ആളുകൾ ആരുമേ ഇല്ല. യെരുശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ദൈവഭക്തന്മാരായ ആളുകൾ ഇവിടെ പ്രത്യേകമായി പറഞ്ഞാൽ നെഹമ്യാവ്, എസ്ര തുടങ്ങിയുള്ള ആൾക്കാരെക്കുറിച്ച് പറയുമ്പോൾ അവർ അന്യദേശത്ത് അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവരുടെ ചിന്ത എപ്പോഴും യെരുശലേമിനെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും ആയിരുന്നു, അവരുടെ സ്വന്തം ദേശത്തെക്കുറിച്ചായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ആ കരുണയിൽ ഈ യെരുശലേം നഗരം പുതുക്കിപ്പണിയാനായിട്ട്, അല്ലെങ്കിൽ യെരുശലേം നഗരം ഒന്നുകൂടെ അത് പണിത് ഉയർത്തി അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ മുഴുവനും അവിടെ താമസമർക്ക് വീണ്ടും അവിടെ പോകുവാനും അവിടെ താമസം ഉറപ്പിക്കാനുള്ള ഒരു അവസരം ദൈവം അവർക്ക് നൽകി. ആ സമയത്താണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പണിയാനായിട്ട് ചെല്ലുന്നു. പണിയാനായിട്ട് പോകുമ്പോൾ അതിനെ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ അതിൻ്റെ പുറകിലുള്ള ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് ഏറ്റവും രസകരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ട്. അവിടെ ഇവർ ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവവുമാണ്. ആ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചാൽ എന്തു ചെയ്യും? ദൈവം അവർക്കെതിരെ പ്രവർത്തിക്കും. അതുകൊണ്ട് ഞങ്ങളെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല, ഞങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അതെല്ലാം ദൈവം കാത്തുകൊള്ളൂ, ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് പോകുമ്പോൾ രാജാവ് പറയുന്നുണ്ട്, ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളുമായിട്ട് പണിത്, ഈ സമയത്തല്ല, അതിൻ്റെ പ്രത്യേകിച്ച് ആലയം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങളുമായിട്ടുമാണ്, സ്വർണം, വെള്ളി, അതുപോലെ താമ്രം തുടങ്ങിയ ആ കാര്യങ്ങൾക്കൊന്നും ഒരു അളവുമില്ലാത്ത കാര്യങ്ങളുണ്ട്. വെള്ളിപ്പാത്രങ്ങൾ, സ്വർണ്ണപാത്രങ്ങൾ, തങ്കപാത്രങ്ങൾ, വജ്രങ്ങൾ, അതെല്ലാം ദേവാലയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. അതെല്ലാം തിരിച്ച് കൊണ്ടുപോവുകയാണ്. വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. ഇത് വഴിയിൽ വെച്ച് നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ കൊള്ളക്കാർ വന്ന് കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ശത്രുക്കൾ നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൈന്യത്തെ തരാം, പട്ടാളത്തെ തരാം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടാകാൻ മറ്റ് ഒരു ലോക പട്ടാളത്തിൻ്റെ
ഒരു സഹായം വേണമെന്ന് പറയാൻ അവർ ലജ്ജിച്ചു എന്നാണ് പറഞ്ഞത്. അവർക്ക് മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷേ നേരത്തെ എന്ത് ചെയ്തു പോയി? ദൈവം തങ്ങളെ കാക്കും എന്ന് പറഞ്ഞത് കൊണ്ട് ആ ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ, സൈന്യത്തിൻ്റെ സഹായം ചോദിക്കാൻ, കാവലിനായി സൈന്യത്തിൻ്റെ സഹായം ചോദിക്കാനായിട്ട് അവർ ലജ്ജിച്ചു എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, അവർ ഉപവാസ പ്രാർത്ഥന നടത്തി ദൈവത്തിൻ്റെ കാവലിൽ അവർ പോയി. രാജാവിൻ്റെ സൈന്യത്തെ അവർ ഉപയോഗിച്ചില്ല, ദൈവ സംരക്ഷണം അവർ പോയതായിട്ട് രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവജനത്തിൻ്റെ ദൈവാശ്രയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ മതിൽ പണിയാനുള്ള ആലോചനയുമായിട്ട് അവിടെ ചെന്നപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ഇസ്രായേൽ മക്കൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ നെഹമ്യാവും അതുപോലെ തന്നെ എസ്രായും ഒക്കെയും ചേർന്ന് പറഞ്ഞു, ഇതാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, നമുക്കത് പണിയണം. രാജാവിൻ്റെ കൽപ്പന നമുക്കുണ്ട്, അതിനെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാ സംവിധാനങ്ങളും രാജാവ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ധൈര്യം വന്നു, അവർക്കൊരു ചൈതന്യം വന്നു. ഇല്ലെങ്കിൽ അവരെ ഒന്നിച്ചു കൂടുന്നു പറഞ്ഞാൽ അന്നേരം തന്നെ എന്ത് ചെയ്യും? അവിടെയുള്ള രാജാവിൻ്റെ ഭരണാധികാരികൾ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങും. അതങ്ങനെ ഇവിടെ സൻബല്ലത്തിനെ കുറിച്ചും ദോബിയാവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എതിര് നിന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ അവർക്ക് ധൈര്യം വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് 20-ാം വാക്യം വായിക്കുമ്പോൾ അതിനെ ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കാകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറഞ്ഞ് അവരെ പണികൾ ആരംഭിക്കുന്നു. മതിലിൻ്റെ പണിയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പണികൾ. പ്രിയമുള്ളവരെ, ഇത് ഞാൻ ഈ സമയത്ത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ദേവാലയമാണ് പണിയുന്നത്, ദൈവാലയത്തിൻ്റെ പുനരുദ്ധാരണമാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സഹായമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ വേദവസ്വം അസന്നിഗ്ധമായിട്ട് നമ്മളോട് പറയാം. ഈ തരുണത്തിൽ നാം ഇവിടെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ മുക്കുളം ദേശത്ത് ദൈവം നമുക്കൊരു സഭയെ തന്നു. ഇത്രത്തോളം അതിനെ മനോഹരമാക്കി, ഓരോരോ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പണിത് നമ്മൾ അതിനെ വിപുലീകരിച്ചു, മനോഹരമാക്കി തീർത്തു. ഇപ്പോൾ നമ്മളതിൻ്റെ മധുവകയും കൂടെ പണിയാനായിട്ട്, അല്ലെങ്കിൽ അത് കുറെ കൂടെ മനോഹരമാക്കുവാനും വിശാലമാക്കുവാനും നമ്മൾ ആഗ്രഹിച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ ആ നല്ല ആഗ്രഹത്തെ അനുഗ്രഹിക്കട്ടെ. നാം ആഗ്രഹിക്കുന്ന പോലെ ഒരുപക്ഷെ അതിലുപരിയായി ഏറ്റവും മനോഹരമായി പണികൾ പൂർത്തീകരിപ്പാൻ പ്രിയ മക്കൾക്ക്, സഭയ്ക്ക്, നിങ്ങൾക്ക് അതിടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഇത് ഈ റോഡുകൾക്കെയും ഇനിയും ഇതിനേക്കാൾ വലിയ രീതിയിൽ പണികൾ ഏതെങ്കിലും കാലത്ത് വന്നാൽ നമുക്ക് റോഡിൻ്റെ വീതി കൂട്ടി പോകും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. മാത്രമല്ല, ഇതിൽ വലുതായിട്ട് നമുക്ക് ഈ ദേവാലയം ഇവിടെ പണിയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഭാവിയിൽ, എപ്പോഴാണെന്ന് പറയുന്നില്ല, ഭാവിയിൽ നമ്മൾക്ക് ഇതിന്ന് കുറെ കൂടെ സൗകര്യപ്രദമായ ഒരു ഇടം ഇവിടെ തന്നെയോ അതിന് സമീപത്തോ എവിടെയെങ്കിലും വാങ്ങി നമുക്ക് വളരെ വിശാലമായ ഒരു ആലയം പണിയുവാനാണ് ഇടയായി തീരണം. കാരണം ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ളൊരു കരുതൽ നമുക്കുണ്ടാകണം. ഇവിടെ നമ്മൾ ഈ ദേവാലയം പുനരുദ്ധരിക്കുന്നത് പോലെ തന്നെ അധികം താമസിക്കാതെ നമ്മൾ അതിനുവേണ്ടി ഒരു ധനശേഖരണം നമ്മൾ ആരംഭിക്കുകയും, നമ്മൾ അതിന് പ്രത്യേകമായൊരു ധനശേഖരണം വേണമെന്നില്ല, നമ്മൾ ദേവാലയത്തിൽ വരുന്ന കാഴ്ചകൾ മിച്ചം വരുത്താനായിട്ട് വരവ് കൂട്ടുകയും അതിനൊരു വിഹിതം നമ്മൾ മാറ്റി പ്രത്യേകമായി സൂക്ഷിക്കുകയും ചെയ്യണം. കാലാന്തരത്തിൽ അത് നമുക്ക് അങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് തരുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കപ്പെടും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. നമുക്ക് ഏതാണ്ട് 33ഓളം കുടുംബങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അവരെല്ലാം വ്യത്യസ്തമായ സാഹചര്യമുള്ള ആളുകളാണ്. വളരെ സാമ്പത്തികമുള്ളവർ എത്ര പേരുണ്ട് എന്നെനിക്കറിയത്തില്ല. എങ്കിലും ദൈവം നമുക്ക് കാര്യം സാധിക്കാതെ കാര്യം നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടെ, ദൂരക്കാഴ്ചയോടെ നമ്മുടെ സഭാപ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അന്നന്നത്തെ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതല്ല, അതിലപ്പുറമായി വളരെ ദീർഘമായ കാഴ്ചപ്പാടുകൂടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മുടെ സഭയെ നമ്മെ അവിടെ സഹായിക്കട്ടെ. ഇവിടെ എസ്രായും നെഹമ്യാവും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്നുള്ള, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്നുള്ള ചിന്തയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും നല്ല ആഗ്രഹങ്ങളെയും ദൈവം സാധിപ്പിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ ആരാധനയുടെ സമാപനത്തിൽ നമ്മളിവിടെ പ്രാർത്ഥിച്ച് ഈ ഓൾട്ടർ നമ്മൾ ഇതിൻ്റെ പണിക്കായിട്ട് നമ്മൾ വേർതിരിക്കും. പിന്നീട് ഇവിടെ കമ്മ്യൂണിറ്റി സർവീസ് തുടങ്ങിയ കാര്യങ്ങൾ പണിക്ക് ശേഷം, പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ.
ഇവിടെ നമ്മൾ വേറെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം മാത്രമായിരിക്കും നമ്മൾ അങ്ങനെ സാധാരണ കാര്യത്തിന് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി വേർതിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആരാധനകൾ നമ്മുടെ പാഴ്സനേജിന് മുകളിൽ പണിതിരിക്കുന്ന ഹോളിൽ, പാരിഷ് ഹാൾ പോലെ പണിതിരിക്കുന്ന ഹോളിൽ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ അല്ലേ, ഏപ്രിൽ മാസം 25 സെൻറ്റ് മാർക്സ് ഡേ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് അന്നോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിലോ നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. വളരെ കുറച്ച് ദിവസങ്ങളുള്ള അതിന് ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പണികൾ ചെയ്തു തീർപ്പാൻ സാധിക്കും എന്നും കരുതുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥന ആ കാര്യങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആരാധനയ്ക്കായിട്ട് ഇവിടെ വന്നിരുന്ന പോലെ തന്നെ അവിടെയും വരിക. ഒരിക്കൽ ഇത് ദൈവനാമത്തിൽ പ്രത്യേകമായി ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം അതൊരു സാധാരണ ഉപയോഗത്തിനായി വേർതിരിപ്പാൻ ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി നമ്മൾ അടുത്തു വരുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഇതിൽ പങ്കുചേരാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വേദവചനം പറഞ്ഞിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് പണിയാം, മനോഹരമാക്കി തീർക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.